സ്വാതന്ത്ര്യം നേടിയ ശേഷവും വിദേശ രാജ്യങ്ങൾക്ക് അടിയറവ് വച്ചിരുന്ന ഭാരതത്തിന്റെ പ്രതിരോധ കരുത്തിനെ സ്വാശ്രയമാക്കിയ പദ്ധതികളാണ് കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരതും. വിദേശ രാജ്യങ്ങൾ പോലും അതിശയിച്ച പുരോഗതിയാണ് പ്രതിരോധ ഉൽപാദന മേഖലയിൽ രാജ്യം കൈവച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതത്തിന്റെ കരുത്തായ ആയുധങ്ങളെ ലോകരാജ്യങ്ങളും നോട്ടമിട്ടിരിക്കുകയാണ്. കൊച്ചി, ഹൈദരാബാദ്, പൂനെ, ജബൽപൂർ, ബംഗളൂരു, നാഗ്പൂർ എന്നിവിടങ്ങൾ അത്യാധുനിക ആയുധ നിർമ്മാണത്തിന് പേരുകേട്ട ഇടങ്ങളായി ലോകഭൂപടത്തിൽ ഇടം നേടിക്കഴിഞ്ഞു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് തുടങ്ങിയ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളും സജീവ സഹകരണത്തിലൂടെ മഹാപരിവർത്തനത്തിനാണ് നേതൃത്വം നൽകുന്നത്. ഭാരതത്തിന്റെ സ്വയം പര്യാപ്തതയുടെ പര്യായമാണ് ബംഗളൂരുവിലെ HAL നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം. മിസൈൽ ലോഞ്ചറുകളും റഡാർ സംവിധാനങ്ങളും മറ്റ് അത്യാധുനിക സംവിധാനങ്ങളുമുള്ള യുദ്ധവിമാനമാണിത്. അണിയറയിൽ തേജസ് മാർക്ക് 2 ഒരുങ്ങുകയാണ്. ഭാരതത്തിന് കരുത്തേറുന്നുവെന്നതിന്റെ തെളിവായി തമിഴ്നാട്ടിലെ ആവടിയിൽ നിർമ്മിച്ച അർജുൻ ടാങ്ക് കരുത്തിൽ മുൻപനാണ്. ജബൽപൂരിലെ ഗൺ കാരിയേജ് ഫാക്ടറിയിൽ രൂപകൽപ്പന ചെയ്ത ധനുഷ് പീരങ്കിയും പടക്കളത്തിലെ കരുത്തനാണ്. ഹൈദരാബാദിൽ DRDOയും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും സംയുക്തമായാണ് ആകാശ് നാഗ് മിസൈലുകൾ നിർമ്മിക്കുന്നത്. വ്യോമ പ്രതിരോധത്തിനും വ്യോമാക്രമണങ്ങളെയും ആകാശ് തടയുമ്പോൾ ടാങ്കറുകൾക്ക് നേരെയുള്ള ആക്രമണം നടത്താൻ നാഗ് മിസൈലുകൾക്കാകും. ബ്രഹ്മോസ് മിസൈലുകളും ഭാരതം തദ്ദേശീയമായി നിർമ്മിക്കുകയെന്നത് അഭിമാനമായ നേട്ടമാണ്. ഭാരതത്തിന്റെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് കൊച്ചിയിലാണ് നിർമ്മിച്ചത്. വിശാഖപട്ടണത്താണ് ആണവ അന്തർവാഹിനിയായ INS അരിഹന്ത് നിർമ്മിച്ചത്. ഭാരതം സമുദ്ര സുരക്ഷയിൽ കുതിക്കുന്നതിന്റെ തെളിവാണിത്. ചണ്ഡീഗഡ്, കാൺപൂർ എന്നിവിടങ്ങളിലെ ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഇൻസാസ് റൈഫിൾ, AK-203 എന്നിവയും നിർമ്മിക്കുന്നു. 2011 11% ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നുവെങ്കിൽ 2025 കണക്കുകൾ പ്രകാരം ഇത് വെറും 4% ചുരുങ്ങി. സ്വയം പര്യാപ്തതയിലേക്ക് ഭാരതം നീങ്ങുന്നതിന്റെ നാഴികക്കല്ലാണ് ഈ കണക്കുകൾ. ന്യൂസ് ഡെസ്ക്, ജനം.